അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് അപ്ഡേറ്റ്സ് ആണ്. അച്ഛനാണ് ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് തടി വെച്ചിട്ടൊക്കെ സെറ്റാക്കുന്നുണ്ട്. അത് പണി കഴിഞ്ഞിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാവേ, ഇങ്ങനെ ഓരോരോ ഇതായിട്ട് കാണിക്കാം. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ പുല്ല് കിളിപ്പിക്കാനായിട്ട് ഗോതമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഒരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ട് എടുക്കുക ചെയ്യുന്നു. ഇപ്പം ആവശ്യത്തിനുള്ള എടുക്കുന്നുണ്ട്, പക്ഷേ ഇത് കിളുക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് ഇച്ചിരി പഴകിയ ഗോതമ്പാണ്, ഉച്ചനൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം അറിയില്ല, നമുക്ക് നോക്കാം. ഓവർനൈറ്റ് വെക്കുന്നുണ്ട്, അടച്ച് ഞാൻ വെക്കുന്നുണ്ട് ഒന്ന് കഴുകിയിട്ടൊക്കെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഉച്ചനൊക്കെ താഴെ വീഴുന്നുണ്ട്. എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇത് ഒരു ട്രേയിലേക്ക് മാറ്റുന്നത്. ഞാനിപ്പം ഒരു 2 പാത്രത്തിലാണ് എടുക്കുന്നത്. ഇതുപോലെ 2 പാത്രത്തിൽ ഇങ്ങനെ ആദ്യം മണ്ണിട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഗോതമ്പും കൂടെ കുറച്ചിട്ട് കൊടുക്കും. ആദ്യം ഞാൻ വെള്ളമൊക്കെ ഒന്ന് നനച്ച് സെറ്റാക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ആ ഗോതമ്പ് കടന്ന വെള്ളം തന്നെയാണ് ഇടുന്നത്. അതിന് ശേഷം ഗോതമ്പ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തേലും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെയും മണ്ണിട്ട് കൊടുക്കുക ചെയ്തേക്കുന്നത്. ഇതേ പ്രൊസീജിയർ തന്നെ ഞാൻ ഒരു ചണച്ചാക്കിലും ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് സക്സസ് ആകുവാണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സും പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. ഇത് കിളിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല, എന്നാലും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളവും കൂടെ തിളച്ച് ലാസ്റ്റ് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. ഇനി പിറ്റേ ദിവസം നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ബൈ.